ഞാൻ കുട്ടിനെടുക്കേ ഞാൻ അതാണ് കളഞ്ഞോട്ടിട്ടോ. മാപ്പിളാർക്ക് ചടക്കൂല അല്ല കുഞ്ഞോളെ. പുതിയ ഒരുങ്ങി വരുമ്പോ ഏത് കുട്ടിച്ചാത്തെന്ന് തോന്നൂല. കെട്ടിച്ചാലേ പുതിയണ്ണിനെ അതെന്തേ ബീഫ് എടുക്കേണ്ട ആവശ്യമില്ല. ഇറച്ചിയുള്ള ബീഫാണ് ഞാൻ വാങ്ങിക്കണത്. ഞാൻ കടിച്ചാ പൊട്ടണല്ല വാങ്ങി. അതുകൊണ്ട് നല്ല രസമുണ്ട്. അങ്ങനെ ഗായ്സ്, അപ്പൊ ഗായ്സ് നമ്മളെ വ്ലോഗ് തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാണ്? കുഞ്ഞോൾ ഇതാ മാറ്റി ഒരുങ്ങി നടക്കുകയാണ് ഗായ്സ്. എങ്ങോട്ടാണ് കുഞ്ഞോളെ? നമ്മളെന്നൊരു സ്ഥലം വരെ പോവാണ്. സർപ്രൈസാ. ജിബ്രാൻ ഇതാക്കണ ഗായ്സ് ഉറങ്ങി നീച്ച കണ്ടപ്പോ നല്ല ഉറക്കേനില്ലേ? വിളിച്ചോണത്തേക്കണല്ലേ? റൂമിന്ന് പോയി കടന്നോന്നുള്ള രീതിയിൽ അങ്ങനെ പോയി കിടക്കും. അതാ ഇതാരെ തുറന്നേ? നടക്ക പതുക്കെ, കാലോണ്ടല്ലേ കൈയോണ്ട്. ഇത് രണ്ടെണ്ണം പൊട്ടിച്ചിക്കണ അവിടെ ഇവിടെ. അപ്പുറത്തെ ഡോറേജ് കേടെത്തിക്കണ്, അവിടുത്തെ ഡോറേജ് കേട്. ഇനി ഇവിടുന്ന് അങ്ങനെ കേടെത്തിയ ആർക്ക് രണ്ടാള്? ടിഷുമാക്ക് ഇതല്ലാതെ തൊപ്പിട്ട് കൊടുക്കുമല്ലോ. ടിഷുമ എങ്ങനെ എങ്ങനെ വല്ല ജിബ്രാനെ മേത്തിക്കടേ അല്ലേ? ഷുവർ? ആർ യു ഷുവർ? അതിന്റെ അർത്ഥം എന്താ? ഉറപ്പാണോന്നാണ്. ഷുവർ ചോദിച്ചാൽ ഉറപ്പാണോ? ഉറപ്പാ? ഇതെല്ലാം ഉറപ്പാ? അല്ല, പുതിയ ബുക്കിൽ പഠിച്ചിട്ടോ. ഷുവർ എന്ന് പറഞ്ഞാല് ഉറപ്പ് ആണോ? ആർ യു ഷുവർ എന്ന് ചോദിച്ചാല് എനക്ക് ഉറപ്പുണ്ടത്. ഉറപ്പുണ്ട്. അതെ ഉറപ്പുണ്ട്. ഗൈസ് നോക്കാം, ഇതിന്റെ ഇത് പുതിയ ടെക്നിക്കാനുണ്ട്. ഷാറല്ലേ? പക്ഷെ ഇബ്രാഹിം അതിനെയാണ് റിയാക്ട് ചെയ്യണത്. വെച്ചിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കണ വരി ഞാൻ കാണിച്ചു കൊടുക്കൂല കേട്ടോ. ഒരു 4 ഇല്ല. കാറിന്റെ കീ എവിടെടാ? വണ്ടിയിലേക്ക് അറിയാണോ? എന്റെ ഷൂ എവിടെടി? ഓല ഷൂ ഒക്കെ ഓല അകത്തട, എന്റെ ഷൂ മാത്രം പുറത്തട. ആ ഇതൊന്നേ ക്ലീൻ ചെയ്യാനായിക്കുണ്ടോ? ഒന്ന് ഫോം വാഷ് ചെയ്യാനായിക്കുണ്ടോ? ഇവരൊക്കെ ഷൂ നല്ല വൃത്തി. ഇബ്രാഹിമേ എൻ്റെ വകയായിട്ടാണ് നിർത്തും. നോയിക്കോട്ടെ വീഡിയോ ഞാൻ ഷൂ ഇടട്ടോ. എന്തേ എന്താണ് ഇത് അറിയണേ? ചെരുപ്പ് പുറത്തുണ്ടോ നോക്കുമ്പോ ഇതെന്താ അറിയോ? ഇങ്ങളെ ഷൂ ഓന്റെ ഷൂ ക്ലീൻ ചെയ്താ കാണും. ഫോം വാഷ് ഇട്ട് ക്ലീൻ ആക്കിയാല് കാണും. വൈറ്റ് ആയതുകൊണ്ട് നിങ്ങളത് ഓൾറെഡി ഈ കളറാണ്. എന്താ വെച്ചാലേ പക്ഷെ ചെയ്ത് നോക്കിട്ടില്ലല്ലോ. ചെയ്യലുണ്ട് നിങ്ങളത്. ഇന്റത് അന്ന് നമ്മള് 3 ചെയ്തില്ലേ? ഇവരതാണ് ചെയ്യാത്തത്. മക്കളത് അബ്രുവിന്റെ ജിബ്രാന്റെ ഓലത്. പിന്നെ സോപ്പ് ഇട്ട് നല്ലോണം ഒരച്ചട കേക്ക്. അതിന് ഒന്നല്ലേ നനക്കാൻ പാടില്ല. പക്ഷെ അന്ന് ഒരു വട്ടൊക്കെ വെയിലത്ത് വെക്കും. ചളിയാണ് പോണ രീതിയിൽ ഒറ്റ വാശിണ്ട്. ഡോറിൽ ഓക്കെ അല്ല കേട്ടോ. കഷണ്ടി ഉണ്ടാവും. കാറിൽ ചാവി ഉണ്ടോന്ന് നോട്ടോ. മല്ലിപ്പൂവായിഷ
മല്ലിപ്പൂവായി ചാവിണ്ട് ഉണ്ടോ കേറിക്കോളി. വണ്ടിയിൽ കയറിക്കോ. തുറന്നാ നീക്ക ഞാൻ ഇരിക്കട്ടെ ബ്രോ ഒന്ന്. ഓക്കെ മതിയോ? മല്ലിപ്പൂവായി പൂവല്ലേ ഐശക്കുട്ടിയെ അങ്ങനെ ഗൈസ് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറിയിരിക്കുകയാണ്. പെട്രോൾ അടിക്കാൻ പിന്നെ പെട്രോൾ പമ്പിലല്ലാതെ ബാർബർ ഷോപ്പിൽ കയറാൻ പറ്റുമോ എന്നായിരിക്കും കുഞ്ഞോളുടെ മനസ്സിലും സബ്സ്ക്രൈബേഴ്സിന്റെ മനസ്സിലും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ചില ചെറിയ കടകളിലൊക്കെ പെട്രോൾ കിട്ടുന്നതാണ്. പോരെ പെട്ടിപ്പീടിയയിലൊക്കെ അല്ലേ കുപ്പിയില് പട്ടിപ്പീടിയേ അത് നിങ്ങളെ പീടിയ ഇബ്രാഹിമാവത്തിനെ കണ്ടിട്ടോ. സ്കാനർ ഉണ്ടോടാ? നല്ല മഴ കേട്ടോ. എന്താ മഴ അല്ലേ? മല്ലിപ്പൂവായി അതിന് പറ്റിയ ചായ അല്ല, അതിന് പറ്റിയ ചാടിക്കാൻ പറ്റിയൊരു വൈബാണ് ഇപ്പൊ. മഴയും വെയിലും. കുറുക്കന്റെ കല്യാണം സൂര്യനെ കാണിച്ചു കൊടുത്താ ഈ നാട്ടില് കുറുക്കന്റെ കല്യാണമാണ്. ചെറുക്കാൻ മുന്നേക്ക് ചാടോ സൈക്കിളും കൊണ്ട്? ഇതേമാതിരി ഇബ്രാഹിമിനെ പോലെ പോകാളാണത്. നല്ല മഴ ഉണ്ടല്ലേ? കുറുക്ക് പിന്നീച്ച് മഴന്റെ ശക്തി കുറഞ്ഞോ? നമ്മളെ നാട്ടിക്ക് മഴ ഉണ്ടായാൽ മതി. എന്നാ ചെടിന്റെ പൈപ്പ് ഊരിട്ടൊക്കെയല്ലേ നനക്കാനുള്ള പൈപ്പ് ഊരിട്ടേക്കണ. നാട്ടില് മഴ ഉണ്ടെന്ന് കണ്ടപ്പോ മഴ പെയ്യുന്നു തോന്നിട്ട് ഞാൻ ഓരോ ഷൂ ഒക്കെ എടുത്തുള്ളൂ വെച്ചിരുന്നു. എനിക്ക് തോന്നില്ല മഴ പെയ്യുന്നു. ചെലപ്പോ പെയ്യൂല്ലോ കേട്ടോ. അങ്ങനെ വന്നാണ് പോകും ചെയ്യും. എന്നിട്ട് ഇവിടെ വന്നാണ് പെയ്യും. അങ്ങനെ മയക്കറി നമ്മളെ കുട്ടികളെ മേത്തക്കാണ് മുക്കണത്. ഒപ്പം ഉറങ്ങിയോ? ഇല്ലല്ല ആരെങ്കിലും ഉറങ്ങിക്കണോ? ആരും ഉറങ്ങിയിട്ടില്ല. ഇബ്രാനെ ഇവിടെ എത്തിക്കണോ? ഇവിടെ ഇരിക്കണത് ഇബ്രു പറയണ കേട്ടങ്ങള് ഉമ്മച്ചൊരു ബ്ലോഗറായി. ബ്ലോഗർ അല്ല കേട്ടോ, ബ്ലോഗർ. ബ്ലോഗർ ബി ആണ്. ബ്ലോഗർ VLO ആണ്. ബ്ലോ അല്ല. ഗൂഗിളില് മൊത്തത്തില് എഴുത്തും വായനയും ഫോട്ടോസൊക്കെ ചെയ്യണവർക്ക് ബ്ലോഗർ എന്ന് പറയും. ബി യൂട്യൂബില് വീഡിയോ ബേസില് കണ്ടന്റ് ഉണ്ടാക്കണ പോലെ ബ്ലോഗർ എന്ന് പറയും. അവിടെ നിൽക്കാൻ സ്ഥലല്ലേ? കുട്ടികളെയും കൊണ്ട് ഈ കാറിൽ ഇങ്ങനെ ഉണ്ടല്ലോ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ നമ്മള് മഴയത്ത് ഇങ്ങനെ ചെറിയൊരു ലൈറ്റ് സോങ് ഇട്ടിട്ട് എങ്ങനെ വെച്ചാൽ മുട്ടിലെ പാട്ടല്ല, നമ്മളെ ഈ റാസാഖി ബീഗത്തിന്റെ ഒക്കെ പാട്ടുണ്ടല്ലോ. മകരഞ്ഞകലും കപ്പല് പോലെ കുട്ടികളുണ്ട് ഇതിനാണ് സ്കൂൾ കുട്ടികളായിട്ടാണോ ഏതൊക്കെ വെള്ളം തീർച്ചയായിട്ടും. റോഡൊക്കെ ഇപ്പൊ തന്നെ തോടായി ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഗൈസ്.
ബേബിന്റെ തല ഒന്ന് മുട്ടി കൈ ക്ഷീണം മാറിയില്ലേ? ഇവിടക്ക് നല്ല മഴ ഉണ്ടല്ലേ? വെള്ളം പോന്നു. ഇത് പഠിപ്പിച്ചു പുതിയ ബുക്ക് പുതിയ ബുക്കത്തെ പുതിയ വാച്ച്. അതെ ഇതറിയോ അവളെ കുറുക്കനും മൈക്കും വെച്ചിന്റെ അടുത്താണ്. ജിബ്രാന്റെ ഒരു പാട്ടുണ്ട്. മേനും മറ്റു പോയി ചാപ്പ എടുക്കമ്മ പോയി ഭാഗ്യല്ല ഭാര്യ. ഭാഗ്യ മീനാശി കുട്ടികളണ്ട തലവാശി വണ്ടി ഇതുണ്ട് എലിക്കോട്ടെ കണ്ണു ബസ്സിൽ പോണ ബസ്സിൽ പോണ ആയാബേ അപ്പൊ ചെത്തി കയടി കൈഡ് കണ്ട ജോളി ഐസും വാട്ടെ സുഗന്ധ വാട്ടെ പി 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 മൂസ അപ്പന്റെ മൂസ ഡും കഴിഞ്ഞു. അങ്ങനെ ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധിയായിട്ടുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ടിഷു ബേബ്, എന്താ ടിഷുബാന്റെ പ്രശ്നം? ടിഷുബാദ് പിടിച്ചാനായി കൈറ്റൊറ്റ മറിയല്ലോ. തന്നെടി വെറുതെ തല മുട്ടാൻ നിക്കണ്ട ട്ടോ. കുയിന്തറ ഒരൊറ്റ ബാക്ക് പോകാരോള് മനസ്സിലായോ? ഇതൊന്നും നടപടിയാവൂല. മത്സ്യോ ഇറങ്ങലടി എന്നാ കുട്ടിനെടുക്ക് ഞാൻ അതാണ് കളഞ്ഞോണ്ടിട്ടോ. ഊരിയക്കണോ? വണ്ടി കയറുമ്പോ മാത്രം അല്ല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞോളെ ഫ്രണ്ടിന്റെ കല്യാണം അല്ലേ? അപ്പൊ കല്യാണത്തിന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോണ കുഞ്ഞോളാണ് പോലെ. കുഞ്ഞോൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ അരീക്കോടുള്ള റെന്റ്, ബ്രൈഡൽ റെന്റ് എല്ലാം കേട്ടോ. വാ. അപ്പൊ ഗൈസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്ത് കാറോ? നമ്മളങ്ങനത്തെ കാറോ? ആ അതിൽ പോയിക്കോട്ടോ. നമ്മളെ തന്നെയാണ് കേട്ടോ. താഴത്ത് നിർത്തിയിട്ടല്ലേ? പിന്നെ ഞങ്ങളുടെ പൊളിഞ്ഞാട് കേട്ടോ. കുറച്ച് പുറത്തേക്ക് പോന്നാ പുറത്തേക്ക്. അപ്പൊ ഗൈസ് ഇത് നമ്മൾ അരീക്കോടാട്ടോ ഈ ഷോപ്പ് വരുന്നത്. എന്താണ് ബ്രോ ഈ ഷോപ്പിന്റെ പേരെന്താണ്? ജലീബ്രെ. നമ്മൾ അരീക്കോട് തന്നെ അല്ലേ? അരീക്കോട് ടൗണിൽ തന്നെ, പുത്തലത്ത്. അപ്പോൾ ഗൈസ് പുതിയ ഷോപ്പാണ്. നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ കല്യാണം സൽക്കാരം എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അരീക്കോട് കണ്ട് പോര്. അതായത് പ്രീമിയം കളക്ഷന്. കുഞ്ഞോളെ അഭിപ്രായം എന്താ? സത്യസന്ധമായിട്ട് പറഞ്ഞാ നല്ല കളക്ഷൻസ് ലങ്കലാകെ ഷോപ്പും ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തെളുങ്ങും. അതായത് പുതിയെണ്ണ ആവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മേത്തേക്ക് കയറിനോട് കൂടി എന്താവും? പുതിയെണ്ണ ആവും അല്ലേ? ഏത് പുതിയ പിള്ളേർക്കും നിങ്ങളൊരു ബഹുമാനീകാരം അല്ലേ? ഇതിട്ട് ഇങ്ങോട്ട് സ്റ്റേജിന്മേൽ ഇങ്ങോട്ട് കയറിയാണ്ടല്ലോ. കാരണം അങ്ങനത്തെ വൈഡ് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള. പിന്നെ എങ്ങനെ ബ്രോ എങ്ങനെയാണ് റെന്റും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ? നമുക്ക് 6000 നോർമലി കളിക്കുന്ന ലെഹങ്കയും അതേപോലെ തന്നെ പാകിസ്ഥാനി മോഡൽസ് ഒക്കെ 6 to 8 അറേഞ്ച് വരുന്നുള്ളൂ.
ആ മാക്സിമം ഇവിടെ ഹൈ റേറ്റ് വരുന്ന 8-9 റേഞ്ച് മാക്സിമം വരുന്നുള്ളൂ. മാക്സിമം പറയണത് 8 റുപ്യ 9 റുപ്യ റേഞ്ചിലാണ് അല്ലേ? പുറത്തൊക്കെ പോയാൽ 12-13 റുപ്യന്റെ വരുന്നത് നിങ്ങൾക്ക് 8000 റുപ്യക്ക് കൊടുക്കാൻ പറ്റും. അഫോർഡബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുറത്തൊക്കെ പല ഷോപ്പുകളിലും പോയാലും 15-12 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം, അതായത് ഇവിടുത്തെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 8500-9000 ഒക്കെയാണ്. അതാണ് ഇവരെ ഹൈലൈറ്റ്. പിന്നെ ഒക്കെ പുതിയ കളക്ഷനാണ്. ഇപ്പോൾ ഈ റെൻ്റൽ ഷോപ്പിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. കാരണം കുറച്ചൊരു പഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ആളുകൾ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ ആവും. പക്ഷേ ഇവിടെ ഇതൊക്കെയാണ് പാകിസ്ഥാൻ വെയറിൻ്റെ തന്നെ ബ്രൈഡലിൽ ഇഷ്ടം പോലെ കളക്ഷൻ. അതായത് നമ്മളെ ബോഡിയുടെ കളർ എന്താണോ നമ്മളെ സ്കിൻ ടൈപ്പിനനുസരിച്ച് സ്കിൻ ടോണിനനുസരിച്ചുള്ള കളർ നിങ്ങൾക്ക് ഓരോ മോഡലിലും ഡിഫറെൻറ്റ് കളർ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? എന്നിട്ട് ഇപ്പം ഏതാ എടുക്കണത്? എല്ലാം പറ്റിയിരിക്കുന്നു. വർക്കാണ് ഹൈലൈറ്റ് അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ മോഡല്. ഇതിപ്പോൾ ഈ ഫിറ്റിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടോ അവിടെ? നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും. അതായത് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കറക്റ്റ് ഷേപ്പിൽ ചെയ്തു കൊടുക്കും. പിന്നെ അത് നമ്മൾ അയക്കലും നിങ്ങൾ തന്നെ അയക്കും. ഡ്രൈ വാഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ലേ? അപ്പൊ എന്താണ് കുഞ്ഞോളെ സെലിബ്രനെ കുറിച്ച് എൻ്റെ അഭിപ്രായം? അരീക്കോട് പുത്തലല്ലേ? ഓലൻ, അതായത് ഇതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഓലല്ലേ ഇലക്ട്രിക് സ്കൂട്ടർ, അതിൻ്റെ തൊട്ട് മേലുള്ള ഷോപ്പാട്ടത്. അതായത് നിങ്ങൾ കല്യാണം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് പോരി. പിന്നെ ആഭരണങ്ങൾ ഉണ്ട് അല്ലേ? ആ ഇതൊക്കെ റെൻ്റ് തന്നെയല്ലേ? ഇത് വിൽക്കാനുള്ളതല്ലോ ഗൈസ്. ഇതിൻ്റെ ഒരു വൈഡ് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പുതിയ മോഡൽസ് ആണ്. ആ പുതിയ കളക്ഷൻസ്. ഇതൊക്കെ ശരിക്കും എങ്ങനെയാ റെന്റ് തന്നെ? ഇതിങ്ങനെ 1800 1800 ഈ സെറ്റിങ് കമ്മലൊക്കെ ഇൻക്ലൂഡിംഗ് ആണ്. ഇത് മൊത്തത്തില് ആ പുതിയണ്ണിന് ഡ്രസ്സിന്റെ പുറത്ത് വെക്കാനുള്ള ആഭരണങ്ങള് റേറ്റ് കുറഞ്ഞതുണ്ട്. ഓക്കെ. ഇതിന്റെ വൈഡ് കളക്ഷൻ ഉണ്ടല്ലോ ഗൈസ്. ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് നീളത്തിലൊരു ഷോപ്പാണ്. ആ ഷോപ്പ് മൊത്തം ഒരു കല്യാണ പെണ്ണിന് ഒരുക്കാനുള്ള സാധനങ്ങളാണ്. അപ്പം അന്തം വിട്ട് നടക്കണ്ട. അരീക്കോട് ഭാഗത്ത് കല്യാണം ഉള്ളവരൊക്കെ പുതിയനാളെ കൊണ്ട് ഇങ്ങോട്ട് പോരെ. മാപ്പിളാർക്ക് ചടക്കൂല അല്ലേ കുഞ്ഞോളെ? പുതിയണ്ണ ഒരുങ്ങി വരുമ്പോൾ ഏത് കുട്ടിച്ചാത്തെന്ന് തോന്നൂല. ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവും അല്ലേ? ഇപ്പം ഏത് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെങ്കിലും ഇവിടുന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അല്ലേ? കുഞ്ഞോളെ കഴിഞ്ഞടി കുട്ടികളെ എങ്ങനെയുണ്ട്? കെട്ടിച്ചോ അല്ലേ പുതിയണ്ണിനെ? അതെന്ത് നല്ല മെച്ചീനില്ലേ? എന്ത് വയസ്സെത്തിയാളെ മാതിരി ആയിക്കണം മെച്ചീൻ അബ്രോ അല്ലേ? വയസ്സെത്തിയാളെ മാതിരി ആയിക്കണം എല്ലാവരുടെ അബ്രോ. വയസ്സെത്തിയാളെ മാതിരി എല്ലാവരുടെ അതോ പൈസക്കാര് നീ ജിബ്രാന്റെ അടുത്ത് എടുത്ത മൈക്ക എൻ്റെ ഡയലോഗ് കഴിഞ്ഞില്ലേ? അപ്പൊ ഗൈസ് കുഞ്ഞോളെ ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് പാകിസ്ഥാനി ഷൂട്ടോ. ആ അത് മര്യാദക്ക് എടുത്തോ. എന്താ പറഞ്ഞേ? എടി ഇവിടെ വാ. ട്രെൻഡിങ്ങിലോ? ഇത് പാകിസ്ഥാനി സൂട്ടിൽ വരുന്നതാണോ? ഇതിന്റെ ഏതൊക്കെ കളർ ഉണ്ട് ഇവിടെ? ഇത് പിങ്ക് ഉണ്ട്, കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. അങ്ങനെ 4-5ഓളം ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എല്ലാ ഷെയ്ഡ്സും ഉണ്ടല്ലേ? അപ്പൊ ഇതിനിപ്പോ എങ്ങനെയാ റെന്റ് വരുന്നത് സത്യം പറഞ്ഞാൽ? 8500 വരുന്നുള്ളൂ. 8500 റെന്റ് കൊടുക്കും. ഏത് കളർ ആണെങ്കിലും അതിന് നാളെ വീഡിയോ കണ്ട് വന്നാല് അത് തന്നെ ആ 8500 തന്നെ കൊടുക്കും. വേറെ കളറുകളും ഉണ്ട് അല്ലേ? ആ അതാ ഇബ്രോ. അപ്പൊ ഇനി കല്യാണം ഉള്ളവരോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത്? കല്യാണം ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വരാം. അടിപൊളി ഷൂട്ടില്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് വരാം. ഈ പറഞ്ഞിട്ടും പിന്നെ എവിടുന്നാണ്ട് പുതിയ കൊണ്ട് എവിടുന്ന ഡ്രസ് എടുപ്പിക്കാം? ഉറപ്പാ?
അന്നായി മാത്രം ഒരു വലുതാവട്ടെ അല്ലേ, ബിസിനസ് ഒക്കെ ഉഷാറാവട്ടെ. അപ്പൊ ഗൈസ് കളക്ഷന്റെ കാര്യത്തിലൊന്നും പറയാനില്ല. അപ്പൊ കുഞ്ഞോള് നോക്കുകയാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തപ്പോ തന്നെ ഏകദേശം ഇതിന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കുഞ്ഞോക്ക് എന്താണ് ഈ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോ എന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഏതാണ്? ലെവൽ 100% കോൺഫിഡന്റ് ആണ്. നല്ല രസമുണ്ട്. ഇപ്പോഴൊക്കെ കല്യാണം കഴിച്ചു ഒരൊട്ട് മണി കെട്ടാൻ പോവുകയാണ് അല്ലേ? ഒരൊട്ട് മണി കെട്ട എടാ മൈക്ക് അടിക്കാം. അതിനെന്താ കളി? നമുക്ക് അടിക്കാം. എന്താ ഈ ഒരു അവസരത്തിൽ മെച്ചിനെ കണ്ടപ്പോ എന്താ പറയാനുള്ളത്? സൂപ്പറാ. ഓക്കെ, അപ്പൊ എല്ലാവരും മൊത്തത്തിൽ സൂപ്പറാണെന്ന് തന്നെ പറയണത്. അപ്പൊ ഗൈസ് ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബ്രൈഡലിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാനും ഇതിനെ കുറിച്ചൊക്കെ വേണ്ടിയിട്ടുള്ള, അതുപോലെ മേക്കപ്പ് കാര്യങ്ങളുണ്ട് ഇവിടെ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, സ്റ്റാഫ് മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ സെറ്റ് ആക്കി വേണമെന്നുണ്ടെങ്കിൽ അത് വേണം. ഡ്രസ്സ്, ജ്വല്ലറി, മേക്കപ്പ് നമ്മള് സെറ്റ് ആക്കി കൊടുക്കും. ഓക്കെ. അതേപോലെ മറ്റേ നമ്മളെ ഈ നാട്ടിൽ കൂടെയുള്ള കുറെ പുതിയ അടുത്തുണ്ടാവും നല്ല നല്ല ഔട്ട്ഫിറ്റുകൾ. ഇപ്പൊ പുതിയത് കുറെ ആളുകൾ സ്വന്തമായിട്ട് വാങ്ങി പെട്ട ആളുകൾ ഉണ്ടാവും. കാരണം ഒരു പ്രാവശ്യം ഇത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിപ്പോ അത് നിങ്ങൾ എടുത്തിട്ട് ഓർക്കൊരു വരുമാനം എന്നുള്ള നിലക്ക് നിങ്ങൾ ആക്കി കൊടുക്കും. റെന്റിന് നിങ്ങൾ കൊടുക്കും. എത്ര പെർസെന്റേജ് ആണ് ഓർക്ക് നിങ്ങൾ കൊടുക്കുക? നമ്മള് ഡ്രസ്സിനനുസരിച്ച് കൊടുക്കും. കമ്മീഷനായിട്ട് കൊടുക്കും. അപ്പൊ അതൊരു വരുമാന മാർഗമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സെലിബ്ര അരീക്കോട് ട്ടോ. അപ്പൊ എന്നാ പോവല്ലേടി? അപ്പൊ സെലക്ട് ചെയ്തു, റെഡി അല്ലേ? ആ സാധനം തന്നെ അല്ലേ? നിങ്ങളോട് പറഞ്ഞോ പോകണ എന്റെ ചങ്ങാഴ്ച. അപ്പൊ ഇനി കാണട്ടോ, ഞങ്ങള് വരണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് ലോക്കാക്കി ഞാൻ അടങ്ങി നിന്നോളൂ. ഞാൻ അപ്പൊ പൊട്ടിച്ചിട്ടോ രണ്ടാളെയും പോവല്ലേ? ടിഷുവിന്റെ ഹാപ്പിനെസ് ഒക്കെയാണ് മെച്ചിനെ പുതിയ എണ്ണായി കണ്ടപ്പോളേ വന്നല്ലോ. ഞാൻ നോക്കണൊന്നുമില്ല, നോക്കണ്ട്. പക്ഷെ എവിടേക്കോ നമ്മളെ മാതിരി തോന്നുന്നുണ്ട്. എന്താ അറിയില്ല, കല്ലുമുത്തൊക്കെയല്ലേ അതവിടെ മാറ്റിയപ്പോ സന്തോഷം അറിയൊക്കെ ഞാൻ കണ്ടിട്ട്. ഞാനെന്നും പുതിയ ഡ്രസ് ഇട്ട് നിക്കുന്ന പെരീന്നൊക്കെ പണിയെടുക്കണമെന്നുണ്ടെങ്കിലേ ഡ്രസ് ഇട്ട് അടുക്കളയിൽ കയറേണ്ടി വരും. അടുക്കളയിൽ കയറിയാല് സുഖായി അല്ലേ? ആണോ? ആ പറ. എന്താണ് എന്താണ് നിങ്ങക്ക് ചായ? എവിടെ വെച്ച കുഞ്ഞിന് മാമാരുടെ അടുത്തേക്ക് ഒന്നും പോകാൻ നേരല്ല. ചായ വേണോ? മൈക്ക് വെച്ചില്ലേ ജി? ബ്രോസ്റ്റോ? എന്താണ് ഇബ്രാഹിം നമുക്കൊക്കെ അലച്ചാണല്ലോ. മൈക്ക് വെച്ചിക്കണേജ്. എന്നാ ചായ നോക്ക, ചായ കുടിച്ചോട്ടെ ഏതായാലും ആദ്യം. നിങ്ങക്ക് ചായ അല്ലല്ലോ വേണ്ട, ബ്രോസ്റ്റ് അല്ലേ വേണ്ടേ? ബ്രോസ്റ്റ് വേണ്ടല്ലോ ഇവിടെ ഇരിക്കണം കേട്ടോ. ആർക്കെങ്കിലും ബ്രോസ്റ്റ് വേണ്ടേ? അബ്രൂനോ? അബ്രൂന എന്താണ്, ചായയാണോ ബ്രോസ്റ്റ് ആണോ? പറേ ബ്രോസ്റ്റ് കഴിക്കാറില്ലേ? ബ്രോസ്റ്റ് ആണ് പോലെ. എന്നാ കുഞ്ഞോളെ ഇറങ്ങി. കുഞ്ഞോക്ക് ചായ അല്ലോ വേണ്ടേ? ഇവിടുന്ന് ചായ ഇറങ്ങി വേഗം. എന്ത് എടാ ഞമ്മളാ സ്ഥലം കഴിഞ്ഞിക്കണേ. എന്ത് തിരിച്ചോ? നിഷുവിന് ഇറടിച്ചു. ഞങ്ങളൊരു അടങ്ങിയിരിക്കണട്ടെ ഇബ്രാഹിമേ. നിങ്ങക്ക് കടി എന്തേലും വേണോ ഇപ്പൊ തിന്നാന്? ഞാന് എന്റെ അടിമേജ് ഇങ്ങനെ നോക്കി വരാനൊക്കെ പറയണ കേട്ടാല്. ഓൽക്ക് കടി എന്തേലും കൊണ്ടുപോയി കൊടുത്താണ്. എങ്ങനുണ്ട് ബ്രെഡ് ഷവർമ? ഗുഡ്. ഓൻ ഇറങ്ങിയോ? ആ എന്നൊരു ബ്രെഡ് ഷവർമയും കൂടി ബ്രെഡ് ഷവർമയും കൂടി. എന്താ പിന്നെ എന്താ പ്രശ്നം? കുഞ്ഞുണ്ണി മാമാന്റെ അടുക്ക് പോണില്ലാറുണ്ടോ? ഓനൊന്നും തിന്നൂല, ഓന് കൊയ്ന്താ. പിന്നെ ഏതെനിക്ക് വേണ്ട സാൻഡ്വിച്ച് ആണോ? ഇതാണോ സാൻഡ്വിച്ച് വേണോ? അത് തിന്നാൻ കഴിയില്ല. ഇതിനെ മതി. ഞാൻ മറ്റൊരുക്കൊക്കെ അത് വേണം പറയാം. ഇത് പിടിച്ചാ ഓനക്ക് വേണ്ട ഒന്ന് വേണോ? വേണ്ട എടുത്ത് വെച്ച പിന്നെ തരൂല. വേണോ? എന്ത് അതിനാ സ്ഥലം കഴിഞ്ഞ് നമ്മളെ
കൊറേ പോവാണ്ടേ. എനിക്ക് എന്താ വേണ്ടേ പറഞ്ഞോ. ഏതാ വേണ്ടേ? ആ എന്നാ വേണ്ട. പിന്നെന്താ വേണ്ടേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ മേടിയും ചായ എടുത്തേ. ആ ഇതൊന്നുള്ളൂടാ, 2 കോഫി ഇതാട്ടോ ഇറങ്ങാണ്ട്. ഇനിയും ബ്രെഡ് ഷവർമേ. അപ്പൊ എനിക്ക് ബ്രോസ്റ്റ് വേണ്ട. 98 47 വേറെന്താ വേണ്ടേ? 22 13 55. തിന്നേണ്ടി വരും ഫുള്ള്. ഒരു സാൻഡ്വിച്ച് കൊടുത്തടാ. എനിക്കെന്താ വേണ്ടേ? ഇവിടുന്ന് ഇപ്പൊ പോകും ആണെങ്കിൽ പറഞ്ഞോ. അബ്രോ കുഞ്ഞിന് മാമകൾക്ക് പിന്നെ ഒരു ദിവസം പോവാം. അപ്പം എന്തായാലും പറ്റില്ല. വേണമെങ്കിൽ തിന്നണേ തിന്നോ. അവന് തിന്നോ? അതാണോ കാണിച്ചു തന്നത്. അബ്രോ പിച്ചല്ല എനിക്ക് വേണ്ടായിരുന്നു അബ്രോ. ആ കസാലയിൽ ഇരിക്കണം. എനിക്ക് സ്റ്റൂളുമേ അവിടെ ഒരു കളയല്ലേ, ആ സ്റ്റൂളും ഇരുന്നോ. അനക്കെന്താ വേണ്ടേ? ഈ ഒരു ബജ്ജി, കായ ബജ്ജി. ഓക്കെ അല്ലേ? പോവല്ലേ? ടീച്ചു പോവാ. ടീച്ചുമ്മ എന്താ വേണം പറഞ്ഞേ? ബീഫ് വാങ്ങിക്കളി. ബീഫ് പോരെ? ഞാനേ കുറച്ച് എല്ലിന്റെ ഇത് വാങ്ങണ്ടേ. കടിച്ചാ പൊട്ടണ എല്ലുണ്ട്. കുമ്പളങ്ങ ഇട്ട് വെക്കാം. പറ്റൂലേ? അവിടെ ചെറിയൊരു മുറിയുള്ളൂ കുമ്പളങ്ങ. കുടിയിൽ ചെറിയൊരു മുറിയുള്ളൂ പറയും. കുമ്പളങ്ങ വാങ്ങേ. പോത്താണ് പോത്ത്. പോത്തിന്റെ തല ഉണ്ട് ഇവിടെ തെളിവിന്. എന്ത്? ആ അത് പ്ലാസ്റ്റിക്കാടാ. പ്ലാസ്റ്റിക്കാണ്. കണ്ടോ? കണ്ടോ? ഇനി എന്താണ് വേണ്ടത്? കുമ്പളങ്ങ. എത്ര വേണം? കുമ്പളങ്ങ എടുക്കണ. കുമ്പളങ്ങ കുമ്പളങ്ങ എല്ലിലിട്ട് വെച്ചങ്ങനെ ഉണ്ടാവും അവിടെ. എല്ലും ബീഫും പാടെ മിക്സ് ചെയ്ത് അതിന്ന് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. കുമ്പളങ്ങ എൻ്റെ കൈ ഞാൻ വിട്ടോളുണ്ടാവും കേട്ടോ. ഇബ്രാഹിമേ നിങ്ങളെ മിസ്സല്ലത് 5 kg കുമ്പളങ്ങ വലുതൊന്ന് തൂക്കിക്കോ. ആ റെഡി. ആ 22 അതെ. കുമ്പളങ്ങൊക്കെ പെരുമ്പല്ലേ വാങ്ങിക്ക. സ്കാനറും ഉണ്ട് പോയി. സ്കാനറും ഉണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിന്ന് വാങ്ങിയ ബീഫും എല്ലൊക്കെ കൂട്ടിയാണ്ട് നോക്കി. കുഞ്ഞോള് കുമ്പളങ്ങ ചെത്തണുള്ളൂ. ഞാൻ കുമ്പളങ്ങന്റെ ടേസ്റ്റ് കൊണ്ടാണ് കുമ്പളങ്ങയും ബീഫ് എന്ന് പറയുന്നത്. എന്നിട്ട് ഓളുണ്ട് 2 കുമ്പളങ്ങന്റെ ചെറിയ കഷ്ണോട്ട് കാണ്ട്. അല്ല 2 പൂളെ
ഫുള്ളായിട്ട് നമ്മ ചെറുത്തുണ്ട്. ഇനിയിപ്പോൾ അത് വേഗം കുറേ നേരം കുത്തിർക്കേണ്ടി വരും. ഒറ്റ പൂക്കിട്ടിയാൽ മതി. ഗ്യാസിന്റെ മട്ടം പോലെയാണ് ഗ്യാസ് എന്താ പവർ കുറവാ? അതിപ്പോ എന്താ അങ്ങനെ വരാൻ കാരണം? ഒന്ന് കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്താലേ ഒരു പുളിവെള്ളത്തിലിട്ട് അങ്ങനെ ഇതോ പുളിവെള്ളത്തിലിട്ട് തിളപ്പിച്ച നന്നാവും. ഇതില്ല അതിന് പിന്നെ അതാണ് പിന്നെ ഒരു കത്തലുള്ളത്. അവൻ കുറവാണ്, ഇതിന് തീരല്ല. ഇല്ലല്ല അയക്കണ്ട് ഇട്ടേക്കാണ് ഞാൻ ആ തോളം തേക്കായിരുന്നു. എന്താ അറിയില്ല, ഞാൻ ഇപ്പൊ ഗ്യാസ് മാറ്റിയോണ്ട് സംഭവിച്ച കുമ്പളങ്ങ ഇറച്ചി വെച്ചിക്കണ്. നമ്മളിത് ഇറങ്ങനെയാണ് ഗൈസ്, എല്ലാം കൊണ്ടിരുന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. നമ്മളെ മനസ്സ് അങ്ങനെയൊക്കെയാണ് മനസ്സ്. വലത് കൈ എടുക്കണത് ഇടത് കൈ അറിയരുത് എന്നറിയാം. ഞാൻ കയ്യിലോണ്ടല്ലോ എടുത്ത്, കൈ മാത്രല്ല കയ്യിലോണ്ടല്ലോ കൊടുക്കണേ, കയ്യോണ്ടല്ലോ. നിങ്ങളതിന് തൊള്ളയും കൊണ്ടാ കൊടുക്കണത്. സാധനത്ത് വിളിക്ക് കിട്ടുന്നുണ്ടാവില്ല, പേരിന് പള്ളർച്ച് തിന്ന മാതിരി. അതാണ് മാവ മൂർച്ചല്ലാറുണ്ട്. അതതിന് കയ്യിലൊതുങ്ങൂല. ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ എടുക്കലാണത്. മൂർച്ച ഉള്ളൊരു കത്തി ഉണ്ടല്ലോ. എങ്ങനെ ഉള്ളി ഒലച്ചാനൊക്കെ എത്രയും ചെറിയ കത്തിയാണ് പറ്റുക. മറ്റത് വീതി കൂടുതലായിട്ടേ, വീതി നല്ല വീതിയിലെ കത്തിയാണ്. അതുകൊണ്ട് തന്തക്കത്തിയല്ലേ, അതുകൊണ്ടാണ് കായമ്പൊക്കെ പോയിക്കണത്. തന്തക്കത്തിയാണത് ഇപ്പാൻ്റെ. അതല്ലേ വലിയ കത്തി, വലിയ കത്തി. കൈയോടേക്ക് പോണ്ട, ചെത്തലേക്കാരം. ശരിക്കും കുമ്പളങ്ങൻ്റെ ചോറ് എടുക്കൂല, വെള്ളരിക്കൻ്റെ അങ്ങനത്തെ ചോറ് ആണിത്. തിന്നാൻ കഴിയുമോ ഇതിൻ്റെ ചോറ്? ഇതിൻ്റെ ഒരു ചലഞ്ച് വെക്കണം, കുമ്പളങ്ങ ചോറ് തിന്നാൻ. വെള്ളരിക്ക ചോറ തിന്നാൻ വയ്ക്കൂല എന്നല്ല പറഞ്ഞത്. കുമ്പളങ്ങയാണെങ്കിൽ പിന്നെയും തിന്നാം. അതിനെന്താ വെറുതെ കിട്ടിയ മാതിരി കിട്ടിയല്ലേ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. അങ്ങനെ ഗൈസ്, അപ്പം നമ്മളെ ഇന്ന് ഉച്ചക്ക് വാങ്ങിയ നമ്മൾ എന്താ പോന്നപ്പോൾ വാങ്ങിയ ബീഫിൻ്റെ എല്ലും, ബീഫ് എടുത്തിട്ടില്ലല്ലോ, ബീഫിൻ്റെ എല്ലും കുമ്പളങ്ങി ബീഫ് എടുക്കേണ്ട ആവശ്യമില്ല, ഇറച്ചിയുള്ള ബീഫാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ കടിച്ചാൽ പൊട്ടണല്ല വാങ്ങി, അതുകൊണ്ട് നല്ല രസമുണ്ട്. കുമ്പളങ്ങ ഇട്ടിട്ട് കാണും, അപ്പം നന്നായിട്ട് കഴിച്ചത്. ഇന്നാൾ നിങ്ങൾ കുമ്പളങ്ങ വെച്ചില്ലേ, നല്ല രസമുണ്ട്. വലിയ മൂത്ത കുമ്പളങ്ങ കമ്മിയായിട്ടാണ് ഇങ്ങനെ ഒടിഞ്ഞത്. മൂപ്പുണ്ടായാലും ഒടിയില്ല, അതിങ്ങനെ അരച്ചിട്ടൊക്കെ ഇടണേ. അവിടെ അടുക്കള പാത്രത്തിൽ ഉപ്പേരി ഉണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഉപ്പേരി ഗൈസ്. ഇവിടെ അടുക്കളപ്പണി വരെ ഞാൻ അടുക്കല് അറിയാമെങ്കിൽ ഇത് മണ്ണിട്ട് വെളുത്തില്ല ചരടോ. അപ്പൊ ഗൈസ്, ഇന്ന് രാത്രിയാണ് നമ്മളെ ഇതിന്റെ ടിഷബേബിനെ കൊണ്ടെത്തേ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി ചലഞ്ച് ഉണ്ടായിരുന്നു അല്ലേ ഐബ്രോ? ജിബ്രാനെ, എന്തായിരുന്നു ഇന്നത്തെ ചലഞ്ച്? ഉള്ളി തൊലിച്ചലായിരുന്നു നമ്മൾ ഇന്നത്തെ ചലഞ്ച്, ഇന്ന് രാത്രിക്കത്തെ. അപ്പൊ ലൈവിന് പകരം നമ്മളെ വ്ളോഗായിട്ടാണ് ഇത് ഇടുന്നത്. അത് ഇന്ന് രാത്രി 7 മണിക്ക് വരും കേട്ടോ. വമ്പിച്ച ഉള്ളി തൊലിക്കൽ മത്സരം അല്ലേ. അപ്പൊ അതിന്റെ മത്സരത്തിൽ ഉമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞോളുണ്ടായിരുന്നു, മാമ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ വിജയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് വൈകുന്നേരത്തെ വീഡിയോ കണ്ടാൽ മതി. വൈകുന്നേരം 7 മണിക്ക് വരും. ഓക്കെ ഗൈസ്,
കുട്ടി ഉറങ്ങിയില്ല. ഞാൻ കുറേ ആട്ടി നോക്കി, ഈറടിച്ച ലാസ്റ്റ്. നാളെ വൈകുന്നേരം 7 മണിക്ക്. ഇന്ന് അറിയണത് ഒരു വീഡിയോ നാളെ കാണാം. അപ്പോൾ ഓൽക്കത് നിന്നല്ലേ. അപ്പോൾ കേസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് തന്നെ രാത്രി 7 മണിക്ക് കേട്ടോ നമ്മുടെ ചലഞ്ച് വീഡിയോ വരുന്നതാണ്. അപ്പോൾ ആപ്പാപ്പയും മാമയൊക്കെ ഉണ്ടെങ്കിൽ ചലഞ്ചിന് ഓലൊക്കെ പോയില്ലേ. ഇബ്രും അബ്രുവാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു സ്കൂളുണ്ടായതുകൊണ്ട്. ഇനി ജിബ്രാൻ ഉറങ്ങാൻ പോവാണ്. ഓനക്ക് സ്കൂളില്ല പറഞ്ഞാലും ഓലൊക്കെ ഉറങ്ങിയിട്ട് ഇവനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നുറങ്ങേണ്ടി വരും. ഒറ്റയ്ക്ക് ഉറങ്ങണ്ട. അപ്പുറത്ത് ഇപ്പുറത്ത് ജിബ്രാനും അബ്രും ഉണ്ട് കേട്ടോ. ഉറങ്ങൂലെങ്കിൽ നാളെ മുതൽ ഓല ഉറങ്ങുമ്പോ തന്നെ അന്നെ ഉറക്കും കേട്ടോ. ഒറ്റക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ ഓല ഉറങ്ങുമ്പോ അന്നെ ഉറക്കും. മനസ്സിലായോ? എനിക്ക് വേണ്ടത് നോക്കിക്കോട്ടോ. അപ്പൊ കേസ് ഞാൻ തന്നെ കഴിക്കട്ടെ കേട്ടോ, കുമ്പളങ്ങിയും ബീഫും. ഓക്കെ ഗായ്സ്.